പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കും. കാലതാമസം വന്നു എന്ന് വേദനപ്പെട്ട് നിരാശപ്പെട്ട് ഇനിയും എൻ്റെ അവസ്ഥയ്ക്കൊരു ഭേദം വരുന്നില്ലല്ലോ, എൻ്റെ വിഷയങ്ങൾക്കൊരു മാറ്റമുണ്ടാകുന്നില്ലല്ലോ എന്ന് വേദനയോടെ വേവലാതിയോടെ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മേൽ, പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിൻ്റെ മറുപടികൾ ചലിപ്പിച്ച് അസാധാരണമായ വിടുതലുകൾ കാണിച്ച് ദൈവപ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്തും. വളരെ ശ്രദ്ധയോടെ ദൈവിക സന്ദേശങ്ങൾ ശ്രവിക്കുക. 65-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ്റെ വലിയൊരു ഉറപ്പാണ് വേദവാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. അതേ പ്രിയമുള്ളവരെ, പ്രാരംഭ മിനിറ്റിൽ സെക്കൻഡിൽ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്ന വിടുതൽ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി കാലതാമസമെന്ന് നാം നമ്മോട് പറഞ്ഞതും പലരും നമ്മളെ ചോദ്യചിഹ്നത്തിൻ്റെ മുൻപിൽ നിർത്തിയതും, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്നൊക്കെ കേട്ട ശബ്ദത്തിനുമേൽ ദൈവത്തിൻ്റെ ശബ്ദം ഇപ്രകാരമാണ് പറയുന്നത്: ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കും? അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ടാകും: ഞങ്ങൾ ഉപവസിച്ചായിരുന്നല്ലോ, ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നല്ലോ, ഞങ്ങൾ നീതിയോടെ ദൈവസന്നിധി നിന്നായിരുന്നല്ലോ, നാളിതുവരെ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താത്തത്? നിശ്ചയമായി പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യനുമുള്ളൊരു ചോദ്യമാണ്. പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ട് നിരാശയോടെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാമായിട്ടുള്ളൊരു മറുപടി എന്ന വണ്ണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നു. ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. നമുക്കറിയാം, യഹൂദ ബാലന്മാരെ സ്തോത്രം പിടിച്ചുകൊണ്ടുപോകുക, ബാബേൽ പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവരെ പിടിച്ചുകൊണ്ടുപോയി അവരെ ആ രാജ്യത്തിനകത്ത് മേത്തരമായ നിലകളിൽ നിർത്തുവാൻ നോക്കിയിട്ടും അവർ അതിനെയൊക്കെ തിരസ്കരിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകത്തില്ല എന്ന് ദൃഢനിശ്ചയമുള്ളൊരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം അവർക്ക് ഉള്ളവർ എന്ത് ചെയ്തു? അവർക്കെതിരായി മാറുകയാണ്. മാത്രമല്ല, ആ രാജ്യത്ത് ബിംബത്തെ ഉണ്ടാക്കി നിർത്തി ആ ബിംബത്തെ ആരാധിക്കണം, അല്ലെങ്കിൽ അതിനെ വാഴ്ത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ മുമ്പെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശബ്ദത്തിലല്ലാതെ മുൻപോട്ട് പോകത്തില്ല. ഏത് പ്രതിസന്ധികൾ വന്നോട്ടെ, ഏത് പ്രതികൂലങ്ങൾ വന്നോട്ടെ, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഞങ്ങൾ പിന്മാറത്തില്ല എന്നുള്ള ഉറച്ചൊരു തീരുമാനത്തിൽ അവർ നിൽക്കുമ്പോൾ അവരെ തീച്ചൂളയ്ക്കകത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ച വളരെ പരിചിതമാണ്, ഒട്ടനവധി കേട്ടിട്ടുള്ളതാണ്. എങ്കിലും സ്തോത്രം ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്നൊരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഭാഗം പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഈ ബാലന്മാരെടുത്തൊരു തീരുമാനം: ഞങ്ങളെ തീക്കകത്തുനിന്ന് രക്ഷിച്ചാലും രക്ഷിച്ചില്ലേലും, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാലും കേട്ടില്ലേലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ വണങ്ങത്തില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനമാണ്. പ്രിയരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഏവരോടും ചോദിക്കുന്നൊരു ചോദ്യം: ഏതു പ്രതിസന്ധികളുടെ നടുവിലും, ഒന്നും കൂടെ പറഞ്ഞാൽ, പൗലോസിൻ്റെ കഴുത്തിൽ ഈർച്ചവാൾ കൊണ്ടുവയ്ക്കുമ്പോഴും പൗലോസ് സഭയോട് പറയുന്നൊരു ദൂതുണ്ട്: കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം, മാത്രമല്ല ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ അടിയുറച്ച ഭക്തന്മാർ പറയുന്നതാണ്. ഇന്ന് നമുക്ക് പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. സ്തോത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ
മറികടക്കാൻ കഴിയാത്തതുപോലെയുള്ള പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നവരായിരിക്കാം ഒരു പക്ഷെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവസന്നിധിയിൽ ഉറച്ചൊരു തീരുമാനമെടുക്കാമെങ്കിൽ എത്ര വലിയ കഠിന ശോധനയാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഇന്ന് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്തു തുടങ്ങുക. കാരണം പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ അങ്ങയുടെ പ്രതിസന്ധിയുടെ നടുവിൽ, അങ്ങയുടെ വേദനയുടെ നടുവിൽ എൻ്റെ തമ്പുരാൻ അങ്ങയുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ബാലന്മാർ ഇവർ തീരുമാനമെടുത്തത്, ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ എന്ത് ചെയ്തില്ല, വണങ്ങത്തില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ, ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാകത്തില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ ദൈവത്തിന് സ്തോത്രം. അപ്പോഴുള്ള തീയുടെ 7 മടങ്ങൂടെ തീ വർദ്ധിപ്പിക്കുന്നു, ചൂട് വർദ്ധിപ്പിക്കുകയാണ്. പ്രിയരെ, ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ദൃഢനിശ്ചയമുള്ള ഉറപ്പുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ പ്രതിസന്ധിയുടെ അളവ് വർദ്ധിച്ചേക്കാം, പ്രതികൂലത്തിൻ്റെ അളവ് വർദ്ധിച്ചേക്കാം, കാഠിന്യതകളുടെ അളവ് വർദ്ധിച്ചേക്കാം. പക്ഷേ അതിൻ്റെ നടുവിലും എത്ര കാഠിന്യതകൾ കൂടിയാലും പ്രതികൂലങ്ങൾ കൂടിയാലും നമ്മെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാത്തൊരു ദൈവത്തിൻ്റെ കരം ചലിക്കും. പ്രൈസ് ഗോഡ്. ഏത് രാജ്യം ഭരിക്കുന്ന രാജാവാകട്ടെ, ഏത് ഭരണാധികാരിയാകട്ടെ, പ്രശ്നത്തിൻ്റെ രൂക്ഷം വർദ്ധിപ്പിച്ചാലും, പ്രശ്നം എത്ര വലിയതാക്കിയാലും അതിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ചൂട് 7 മടങ്ങ് വർദ്ധിച്ച തീയിലേക്ക് അവരെ ഇടുവാൻ കൊണ്ടുപോയവർ സ്തോത്രം കരിഞ്ഞുപോയെന്ന് അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അവർ ആ തീക്കകത്തേക്ക് വീണവരുടെ സ്ഥിതി, അവർ നോക്കി നിൽക്കുന്നവരുടെ ചിന്താഗതികളിൽ പറഞ്ഞാൽ സ്തോത്രം കരിഞ്ഞ കരിക്കഷണം പോലും തിരിച്ചു കിട്ടത്തില്ല, അല്ലെങ്കിൽ ലഭിക്കത്തില്ല എന്ന് നോക്കി നിൽക്കുമ്പോൾ അവര് കെട്ടിയ കയറുകൾ, അല്ലെങ്കിൽ അവരെ കെട്ടിയ ചങ്ങലകളൊക്കെ എന്ത് ചെയ്തു, അതിനകത്ത് പൊട്ടിമാറിയിട്ട് അവരുടെ കൂടെ 3 പേരെ ഇട്ടതിനകത്ത് 4-മനായി എൻ്റെ നാഥൻ അവിടെ ഇറങ്ങി നിൽക്കുന്നൊരു കാഴ്ച അവരുടെ കണ്ണുകളിൽ കാണുകയാണ്. പ്രിയരെ, നമ്മെ ഒറ്റയ്ക്ക് പ്രതിസന്ധിക്കകത്ത് വിടാത്തൊരു ദൈവമുണ്ട്. പ്രതികൂലത്തിനകത്ത് നാം ചിന്തിക്കും നാം ഒറ്റയ്ക്കാണെന്ന്. പ്രതിസന്ധികൾക്കകത്ത് നാം ചിന്തിക്കും എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എന്നെ താങ്ങായിട്ട് ആരുമില്ല, എനിക്ക് വേണ്ടി നിൽക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. നോ, അങ്ങനെയല്ല. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്ന ഭാഗം, നിങ്ങൾ പ്രതിസന്ധികൾക്കകത്തുനിന്ന് ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. ആ പ്രതിസന്ധി എന്തുമാത്രം സ്തോത്രം വർദ്ധിച്ചെന്നും എന്തുമാത്രം ഉണ്ടെന്നും അറിയുന്നൊരു ദൈവമുണ്ട്. അതിലുപരിയായി ആ പ്രതിസന്ധികൾക്കകത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഈ സന്ദേശത്തിലൂടെ തിരിച്ചറിയുവാനിടയായി തീരണം. നാം ഒറ്റയ്ക്കാണെന്ന് പറയുന്ന ചില സാഹചര്യങ്ങളിൽ നോ, ആരും കാണത്തില്ല, കൂടപ്പുറപ്പുകൾ കാണത്തില്ല, മക്കൾ കാണത്തില്ല, അപ്പൻ കാണത്തില്ല, അമ്മ കാണത്തില്ല, സഹോദരങ്ങൾ കാണത്തില്ല, ആരും കാണത്തില്ല. പക്ഷെങ്കിൽ ആരും കാണാത്ത സാഹചര്യത്തിൽ നമ്മുടെ കൂടെയുള്ള അരുമനാഥനായ പ്രാണനാഥനായ യേശു നമ്മുടെ അരികിൽ ഉണ്ട് എന്നുള്ളത് ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുന്ന ദൈവിക ദൂതുകളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ, യഹൂദാ ബാലന്മാർ 3 പേരെ ഇട്ടപ്പോൾ രാജാവ് കണ്ട കാഴ്ച 3 പേരല്ല, 4 പേർ ആ തീക്കകത്ത് ഒരു ചൂടുമേശാതെ വണ്ണം അതിനകത്ത് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത്, എത്ര വലിയ കാഠിന്യമേറിയ പ്രതിസന്ധികൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, ആരൊക്കെ എതിരായി കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്ക് വിടാത്ത ആ പ്രതികൂലത്തിനകത്ത് നമ്മെ ഇറക്കി നിർത്തുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ടാകും, എന്നാൽ ദൈവത്തിന് ഈ പ്രതികൂലങ്ങളെ നമ്മുടെ മേൽ ഏശാതവണ്ണം ഒഴിച്ചു വിട്ടുകൂടായിരുന്നോ? യഹൂദാബാലന്മാരെടുത്ത തീരുമാനത്തിൽ ദൈവത്തിന് അവരെ ആ തീച്ചൂളയ്ക്കകത്ത് ഇടാതെ തന്നെ രക്ഷിക്കാമായിരുന്നല്ലോ എന്ന് ഒരു ചോദ്യം നമുക്കുണ്ടാകും. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന് അതിനകത്ത് പറയാനുള്ളൊരു മറുപടിയുണ്ട്. ഈ തീച്ചൂളയും എൻ്റെ മക്കളെ ഒന്നും ചെയ്യത്തില്ലെന്ന് കാണിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രു ഒരുക്കുന്ന ഒരു തീച്ചൂളയ്ക്കും, ശത്രു ഒരുക്കുന്ന ഒരു പദ്ധതിക്കും ദൈവത്തിൻ്റെ മക്കളെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകണം. വചനം പറയുന്നത് അതാണ്, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരണം. അതെ, നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടായിട്ടും ഒരു ഉത്തരവും കിട്ടാതെ, ഒരു നീതിയും കിട്ടാതെ അന്യായമായി അനീതി ചെയ്യുന്നവർ ജയിക്കുന്ന ഒരു സാഹചര്യം ഒരു പക്ഷെങ്കിൽ നമ്മുടെ കണ്ണു മുന്നിൽ കണ്ടേക്കാം. അവരാണ് ജയിക്കുന്നത്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവരാണല്ലോ ജയിക്കുന്നത്, അവർക്കാണല്ലോ നന്മ എന്നൊക്കെ ഒരു ചോദ്യവും ചിന്തയും പ്രിയരെ നമ്മുടെ ഉള്ളിലുണ്ടാകും.
ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഉത്തരമുരളുന്നൊരു ദൈവമുണ്ട്. അതേ വിശ്വസിച്ച് ആമേൻ പറയുക. ഭയങ്കര കാര്യങ്ങളാൽ താങ്കളുടെ വീടിനകത്ത്, താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നീതിയോടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവസന്നദ്ധനാണ്. വളരെ പ്രാർത്ഥനയോടെ ആമേൻ പറഞ്ഞ് ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.